ഫെമി മുനീർ ഫ്രം കണ്ണൂർ. ഇന്ന് ഈ സെമി ഫൈനൽ റൗണ്ടിൽ മക്ലൂബ അറബിക് റൈസാണ്, അപ്സൈഡ് ഡൗൺ അറബിക് റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്ന് പാൻ ചൂടാക്കി നമ്മൾ ഈ വെജിറ്റബിൾസ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് ഈ വെജിറ്റബിൾസ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് അറബിക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ വെജിറ്റബിൾസ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും 1 ടേബിൾ സ്പൂണ് ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ചോറ് വേവിക്കാൻ ആവശ്യമായ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3.5 കപ്പ് വെള്ളം, 1 കപ്പിന് 1.25 കപ്പ് അളവിലുള്ള വെള്ളം, ഇതിലേക്ക് ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു ചിക്കൻ ക്യൂബും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് കോരി മാറ്റി വെക്കാം. നമ്മൾ വേവിച്ച ചിക്കന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മക്ലൂബ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ അറബിക് റൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരല്പം ബട്ടർ പുരട്ടിയിട്ട് പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച ചിക്കന് നമുക്കിത് അടിഭാഗത്തായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ ഈ ചിക്കൻ വെച്ച് കൊടുക്കണം. ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ച ഈ വെജിറ്റബിൾസ് നമുക്കിതിന് ചുറ്റും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് അറബിക് മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഈ റൈസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് അമർത്തി വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടിയിൽ നിരത്തി വെച്ച പച്ചക്കറിയും ഇതൊക്കെ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ അതങ്ങനെ ഫ്ലോട്ടായിട്ട് പോയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പ്ലേറ്റ് അതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം. റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഏകദേശമൊക്കെ ആയി വരുന്നു അല്ലേ? ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടി വേണ്ടി വരും. അതായത് ഇതിപ്പോൾ നല്ല ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഹാഫ് ആൻ അവറും കൂടെ വെച്ചിട്ട് തുറക്കാതെ ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോഴാണ് അപ്സൈഡ് ഡൗൺ. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് സ്റ്റോക്ക് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അത് തെന്നി മാറി പൊസിഷൻ മാറാണ്ടിരിക്കാൻ അല്ലേ? ഓക്കെ, കറക്റ്റായിട്ട് ഡിമോൾഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും.
അപ്പോൾ സൗദിയിലായിരുന്നല്ലേ കുറച്ച് കാലം? എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു 20 വർഷത്തോളം സൗദി അറേബ്യയിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നല്ല എക്സ്പോർട്ടായി അവിടത്തേക്ക് ഭക്ഷണത്തിൽ. മിഡിൽ ഈസ്റ്റ് ഒക്കെ നല്ല പരിചയമുള്ള. ഹസ്ബൻഡ് നല്ലൊരു ഫുഡിയാണ് അവർക്ക്. അതുകൊണ്ട് പിന്നെ വ്യത്യസ്തമായ ഫുഡൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. അത് ഗുണമായി പിന്നെ കാലത്ത്. പിന്നെ കേറ്ററിംഗ് ഒക്കെ തുടങ്ങി അല്ലേ? അതല്ലേ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഹോം ഷെഫ് നല്ല വിപുലീകരിച്ച് ചെയ്യൂ. നല്ല നല്ല കൈപ്പുണ്യുണ്ട്. നല്ല നന്നായിട്ട് പഠിച്ചാണല്ലോ ചെയ്യുന്നത്, എല്ലാം അറിയാലോ. താങ്ക് യു. എന്തിനാ ആ സമയം അത്രയും വെയിറ്റ് ചെയ്തിട്ട് തോന്നാം. ഇനി നമുക്ക് ഈ റൈസ് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മക്ലൂബ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരല്പം പൈൻ സീഡ്സും കുറച്ച് മല്ലിയിലയും തൂകി നമുക്ക് ചൂടോട് കൂടി വിളമ്പാം. ഓൾമോസ്റ്റ് അല്ലേ സെറ്റായി വരുന്നു. അപ്സൈഡ് ഡൗൺ ആക്കി അല്ലേ? പൈനാപ്പിൾ അബ്സോർബ് ചെയ്യാൻ പോലെ അല്ലേ? അതാണ് ഏറ്റവും റിസ്ക്കുള്ള സാധനം. റിസ്ക്കും അല്ല, റൈസ് നമ്മൾ എല്ലാം വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ റൈസും ഇട്ടിട്ട് ബോയിൽഡ് റൈസ് അല്ല, റൈസ് ഇട്ടിട്ട് അതിൽ സ്റ്റോക്ക് വെച്ചിട്ട് അതിൽ തന്നെ വേവിച്ചിട്ടെടുക്കും. ഇതല്ലല്ലോ ആ ഒരു പാറ്റേണിൽ ചെയ്യേണ്ട ഡിഷാണ് ഇത്. പാലസ്റ്റൈൻ, സിറിയ, ജോർഡൻ എല്ലായിടത്തും എല്ലാ ദുബായിൽ പോയാൽ തന്നെ എല്ലായിടത്തും കിട്ടില്ല. സ്പെസിഫൈഡ് റെസ്റ്റോറൻറ്റ്സ് പൈൻ നട്ട്സ് ഒക്കെ വെച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ. ആ ഒരു സമയത്ത് റിസ്ക് തോന്നി എടുത്ത് കമിഴ്ത്തുമ്പോൾ ടെൻഷൻ. നമ്മൾ നല്ല കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടില്ലേ? ഒരു വലിയ ഒരു ബിഗ് പാത്രത്തിൽ